ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലെ യുവതിക്ക് ജാതി സർട്ടിഫിക്കറ്റ് നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് കേരള ലാറ്റിൻ കത്തോലിക്ക അസോസിയേഷൻ പ്രവർത്തകർ പെരുങ്കുളം വില്ലേജ് ഓഫീസറെ തടഞ്ഞുവെച്ചത്. കാട്ടാക്കട സ്വദേശി ജിൻസിയാണ് ആഴ്ചകളായി വില്ലേജിൽ കയറിയിറങ്ങുന്നത്. ഇവർക്ക് PSCയിൽ പോലീസ് കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് ജോലി ലഭിച്ചിരുന്നു. അഭിമുഖത്തിന് ഹാജരാകുമ്പോൾ സമർപ്പിക്കാൻ വേണ്ടിയാണ് ലാറ്റിൻ കത്തോലിക്കക്കാർക്കുള്ള ജാതി സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ ആവശ്യപ്പെട്ടത്. എന്നാൽ ഇതിന്റെ അപേക്ഷ വില്ലേജ് ഓഫീസർ തുടർച്ചയായി മടക്കി അയക്കുകയായിരുന്നു. ഇന്റർകാസ്റ്റ് വിവാഹമായതിനാലാണ് സർട്ടിഫിക്കറ്റ് നിഷേധിച്ചതെന്നും സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ പണച്ചെലവുണ്ടെന്നുമാണ് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞതെന്നും ജിൻസി പറയുന്നു. സംഭവം ഞാൻ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്തിരുന്നു. അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ ഞാൻ ഇന്റർകാസ്റ്റ് മാരേജ് ആണെന്ന് ഒറ്റ കാരണത്താൽ ഇവർ തരാത്തത് ഇവിടെ എന്ത് കാരണമാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. ഇവർ ഓരോ ദിവസം ഓരോ റീസൺസ് പറയണം. പിന്നെ നീട്ടി വെച്ച് ഇപ്പൊ ഷൈൻ എന്ന് പറഞ്ഞ സ്റ്റാഫ് പറയണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്ലർക്ക് പറയണത് പോലീസ് അത്ര നല്ല ജോലിയൊന്നുമല്ല, പിന്നെ കിട്ടും, പിന്നെ എന്തെങ്കിലും ചെലവുണ്ട്, അങ്ങനെയൊക്കെയാണ് പറയണത്. എന്നിട്ട് തഹസിൽദാർ ഇത് കത്ത് തന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ ക്രിസ്ത്യൻ ലാറ്റിൻ കത്തോലിക്കാണെന്ന് സർട്ടിഫിക്കറ്റ് തന്നിട്ടും ഇവരത് അംഗീകരിക്കുന്നില്ല. ഇവരെ മുകളിലുള്ള ഒരാളെ അന്വേഷിച്ച് കണ്ടുപിടിച്ച റിപ്പോർട്ട് പോലും ഇവർ അംഗീകരിക്കുന്നില്ല. തഹസിൽദാർ താൻ ലാറ്റിൻ കത്തോലിക്കാണെന്ന് സ്ഥിരീകരിക്കുന്ന കത്ത് നൽകിയിട്ടും പഞ്ചായത്തിൽ നിന്നും അത് അംഗീകരിക്കുന്നില്ലെന്നാണ് ജിൻസി പറയുന്നത്. വിളപ്പിൽശാല പോലീസ് പഞ്ചായത്തിലെത്തി ചർച്ച നടത്തി. തുടർന്ന് തഹസിൽദാർ ഉടൻ ജാതി സർട്ടിഫിക്കറ്റ് അനുവദിക്കാമെന്ന് ഉറപ്പു പറഞ്ഞതോടെയാണ് പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയത്. സമാനമായ രീതിയിൽ നിരവധി പരാതികളാണ് വില്ലേജ് ഓഫീസർ ഉമാദേവിയെക്കുറിച്ച് ലഭിക്കുന്നത്. SI ജോലി ലഭിച്ച ഒരു യുവതിക്കും ജാതി സർട്ടിഫിക്കറ്റ് നിഷേധിച്ചത് കാരണം ജോലി നഷ്ടപ്പെട്ടതായി സമരക്കാർ പറഞ്ഞു. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.